കഴക്കൂട്ടത്തു നിന്ന് റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, കഴക്കൂട്ടം അതിശക്തമായ ത്രികോണപ്പോര് നടക്കുന്ന മണ്ഡലമാണ്. ത്രികോണപ്പോര് നടക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ നമ്മൾ ഇപ്പോഴത്തെ കണക്കല്ല, ആദ്യഘട്ടത്തിൽ വന്ന കണക്കുകളിലൊക്കെ കനത്ത പോളിംഗ് ശതമാനത്തിന്റെ സൂചനയായിരുന്നു. കഴക്കൂട്ടത്തും സമാനം തന്നെയായിരുന്നു കാഴ്ച. ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റഡ് പോളിംഗ് ശതമാനം എങ്ങനെയാണ്? പോളിംഗ് ബൂത്തുകളിലെ കാഴ്ച എങ്ങനെയാണ് റിനു? കാശ്മീർ അനുജ, കഴക്കൂട്ടത്തും ശക്തമായിട്ടുള്ള പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് ഏറ്റവും അവസാനം ലഭിച്ച വിവരമനുസരിച്ച് 62% കടന്നു കഴക്കൂട്ടത്ത് പോളിംഗ് എന്നുള്ളത്. മേരിനിലയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ശ്രീകാര്യത്തുള്ള കഴക്കൂട്ടം മണ്ഡലമാണ്. വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ വരുമ്പോൾ അല്പം തിരക്കുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ തിരക്കൊന്നുമില്ല. 2 ബൂത്തുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്, 168, 169. ഒരു തിരക്കുമില്ല. പക്ഷേ ഇനി 5 മണി കഴിയുമ്പോഴേക്കും ഒരു തിരക്കുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വിവിധ പാർട്ടിയുടെ പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത്. നിലവിൽ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. നിലവിൽ കഴക്കൂട്ടം മണ്ഡലം നമുക്കറിയാം, ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കനത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലം, ഒപ്പം BJPക്ക് പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം കൂടി ആണ്. ഒപ്പം കടകംപള്ളി സുരേന്ദ്രനാണ് LDF സ്ഥാനാർത്ഥി, ശരത്ചന്ദ്ര പ്രസാദ് UDF സ്ഥാനാർത്ഥി, V മുരളീധരൻ BJP. ഇങ്ങനെ അതിശക്തമായിട്ടുള്ള ത്രികോണ പോര് നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. എന്തായാലും ആര് വാഴും ആര് വീഴും എന്നൊക്കെ തന്നെ നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം അറിയാം. എന്തായാലും നിലവിൽ കനത്ത പോളിംഗ് ശതമാനം തന്നെയാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6 മണി വരെയാണ്. 6 മണിക്ക് ശേഷം ക്യൂ ഉണ്ടെങ്കിൽ അവരെ വോട്ട് ചെയ്യാൻ വേണ്ടി അനുവദിക്കും. ആ സമയത്തേക്കും സ്കൂളിന്റെ ഗേറ്റ് അടയ്ക്കും എന്നുള്ളതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും കഴക്കൂട്ടത്ത് സമാധാനപരമായിരുന്നു ഇന്ന്. തിരുവനന്തപുരം ജില്ല പൊതുവെ സമാധാനപരമായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് തിരുവനന്തപുരത്തെ ബൂത്ത് നമ്പർ 101 കാലടി സ്കൂളിൽ ഒരു കള്ളവോട്ട് നടന്നു എന്നുള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. രമേശ് എന്ന് പറയുന്ന ഒരാൾ വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പേരിലുള്ള വോട്ട് മറ്റാരോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ടെൻഡർ വോട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.